ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ബൗൾ സീക്വൻസ് വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ബീഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷുഗർ ബീഡ് വെച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷുഗർ ബീഡ് കോർത്തെടുക്കണോണ്ട് നമ്പർ 12 ആണ് സൂചി എടുക്കുന്നത് കേട്ടോ. മിഷ്യൻ ത്രെഡിനകത്താണ് ഇത് നമ്മൾ ചെയ്യുന്നത്. 2 ഇഴ നൂലെടുത്തിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന സീക്വൻസിൻ്റെ അതേ കളർ ത്രെഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടുണ്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് അതിന് കുറച്ച് നീക്കിയിട്ട് സൂചി പൊന്തിച്ചെടുക്കാം കേട്ടോ. അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ബൗൾ സീക്വൻസ് കോർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബൗൾ സീക്വൻസ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പായിരിക്കും. നമ്മൾ മുമ്പ് ഫ്ലാറ്റ് സീക്വൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിനോട് ചേർത്ത് സൈഡിലോട്ട് സൂചി താഴ്ത്തി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിനോട് കുറച്ച് നീക്കിയിട്ട് അപ്പുറത്തെ സൈഡിൽ സൂചി പൊന്തിച്ചെടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ആ സീക്വൻസിൻ്റെ കറക്റ്റ് സൈഡിലായിട്ട് തന്നെ വരും. എന്നിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് കുത്തി ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൗൾ സീക്വൻസിൻ്റെ വർക്ക് കേട്ടോ. ഇനി നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് ഷുഗർ ബീഡ് കോർത്തെടുക്കാൻ തന്നെ കേട്ടോ. അപ്പോൾ വീണ്ടും അടിയിലൂടെ മുകളിലേക്ക് സൂചി സെൻറ്റർ ഭാഗത്തൂടെ കോർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വിട്ടൊന്നും പോലെ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഷുഗർ ബീഡ് ഇല്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം മുമ്പ് ചെയ്ത സ്റ്റെപ്പ് വരെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് കൊടുത്തതാണ്. അത് വേണമെങ്കിൽ മാത്രം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സീക്വൻസ് കോർത്തെടുക്കാം. അപ്പോൾ കുറച്ച് നീക്കിയിട്ട് ഞാൻ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുത്തിയെടുക്കുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, അത് കറക്റ്റ് സെൻറ്റർ ഭാഗത്തേക്ക് വരണ രീതിയിലാണ് നമ്മൾ സീക്വൻസിൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും ഗ്യാപ്പ് അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന രീതിയിൽ വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ചെയ്യണതിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതേ ഇതിൽ തന്നെ ചെയ്യുക. ഇനി നമ്മൾ കോർത്തെടുത്തതിന് ശേഷം സൈഡിൽ കൂടെ താഴേക്ക് കുത്തി ഇറക്കിയിട്ടുണ്ട്. അതിന് ചേർന്ന് തന്നെ മുകളിലേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് കുത്തിയെടുത്തിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ താഴ്ത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷുഗർ ബീഡ് ഒരെണ്ണം അടിയിൽ നിന്ന് മുകളിലേക്ക് സൂചി പൊന്തിച്ചെടുത്തതിന് ശേഷം കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് വീഡിയോനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഷുഗർ ബീഡ് കോർത്തെടുത്തതിന് ശേഷം അതേ ഹോളിലൂടെ തന്നെ നമ്മൾ സൂചി താഴ്ത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് അറ്റം വരെ ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം താഴേക്ക് സൂചി ഇറക്കിയിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കണത് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ബീഡ് ഇട്ടതിന് ശേഷം സൂചി അതേ ഹോളിലേക്ക് തന്നെ താഴ്ത്തി കൊടുക്കുന്നുണ്ട്. സീക്വൻസിൻ്റെ ഹോളിലൂടെ കേട്ടോ താഴ്ത്തി കൊടുക്കുന്നത്. ഷുഗർ ബീഡിൻ്റെ ഹോളിലൂടെ അല്ല വീണ്ടും താഴ്ത്തി കൊടുക്കുന്നത്, സീക്വൻസിൻ്റെ ഹോളിലൂടെ കേട്ടോ. എന്നിട്ട് ഇതേ നമ്മൾ കെട്ടിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കെട്ടിടുന്ന വീഡിയോ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് കെട്ടിടുന്നതാണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ പകർത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ നമുക്ക് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പൂവിൻ്റെ ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ട്. സീക്വൻസുകൾ നമുക്ക് പല നിറത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒറ്റ കളർ വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലും നമ്മൾ ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് ലീഫിൻ്റെ ഭാഗം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സീക്വൻസ് കോർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് സൂചി പൊന്തിച്ചെടുത്തത്, ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഫുള്ളായിട്ട് ഇനി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കാണും ഓരോ ലീഫിൻ്റെ അറ്റഭാഗത്തും ഇതളിൻ്റെ ഭാഗത്ത് പൂക്കളുടെയൊക്കെ കൂർത്തിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളൊക്കെ എത്തുമ്പോൾ നമ്മൾ അവിടെ അവസാനിപ്പിച്ചതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് വേറെ ഇട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇനി ഫുള്ളായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒറ്റ കളർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വേറെ വേറെ കളർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കുകളാണ് സീക്വൻസ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ബൗൾ സീക്വൻസ് വെച്ചിട്ടുള്ളൊരു വർക്ക്. വളരെ സിമ്പിളായിട്ടും ഭംഗിയായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.